ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंदा. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഞാൻ തിരുവനന്തപുരത്തില്ല, വൃന്ദാവനത്തിലാണ്. നല്ല തണുപ്പാണ് ഇവിടെ. വൃന്ദാവനത്തിൽ നല്ല തണുപ്പാണ്. ഹരേ കൃഷ്ണ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ഗീതാ ജയന്തി മാസത്തിൽ ഇവിടെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. എത്ര വലിയ ഭാഗ്യമാണ് നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത്, ഭഗവാനെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. എല്ലാം വലിയ ഒരു സൗഭാഗ്യമാണ്. ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ തമിഴ്നാട്ടിൽ തൃക്കോഷ്ടിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോയാൽ, തൃക്കോഷ്ടിയൂർ അതിസുന്ദരമായ ഒരു ക്ഷേത്രമാണ്. രാമാനുജാചാര്യർക്ക് മന്ത്ര ഉപദേശം കിട്ടിയ ഒരു ക്ഷേത്രമാണ് തൃക്കോഷ്ടിയൂർ ക്ഷേത്രം. രാമാനുജാചാര്യന് മന്ത്രോപദേശം കിട്ടിയ ഒരു സ്ഥലം. അത് വളരെ വളരെ സുന്ദരമായ ഒരു ക്ഷേത്രവും വളരെ ഐതിഹ്യം. ആ ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഭഗവാനെക്കുറിച്ച് അറിയാനും ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നത് എത്ര വലിയ സൗഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ക്ഷേത്രത്തിൽ 4 ഭഗവാന്റെ പ്രതിഷ്ഠയാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രതിഷ്ഠയുണ്ടാകും. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രതിഷ്ഠയുണ്ടാകും. ഇവിടെ 4 നിലയായിട്ട് 4 പ്രതിഷ്ഠയാണ്. താഴെ ഭഗവാൻ നൃത്തം വയ്ക്കുന്ന കൃഷ്ണനായിട്ട്, അതിൻ്റെ മേലെ സൗമ്യനാരായണൻ ദേവന്മാർക്ക് ഇത് ചെയ്യുന്നതായിട്ട്, അതിൻ്റെ മേലെ ഉപേന്ദ്രനാരായണൻ ഇന്ദ്രന് അനുഗ്രഹം കൊടുത്തതായിട്ട്, അതിൻ്റെ മേലെ ക്ഷീരസാഗരത്തിലുള്ള നാരായണൻ, എന്താ പറയുക, പാർക്കടൽ ക്ഷീരസാഗരത്തിലുള്ള, ഇങ്ങനെ ഒരു അമ്പലം 4 ഫ്ലോറാണ്. അങ്ങനെയൊന്നും നമ്മൾ അധികം വേറെ സ്ഥലത്ത് കാണാൻ സാധിക്കില്ല. ഒരേ അമ്പലത്തിനകത്ത് 4 ഫ്ലോർ. താഴത്തെ നിലയിൽ കൃഷ്ണൻ, അതിൻ്റെ മേലെ സൗമ്യനാരായണൻ, അതിൻ്റെ മേലെ ഉപേന്ദ്രനാരായണൻ, അതിൻ്റെ മേലെ ക്ഷീരസാഗരത്തിലുള്ള നാരായണൻ. ഇങ്ങനെ 4 ഭഗവാന്റെ പ്രതിഷ്ഠയാണ്. എന്ന് വെച്ചാൽ ഭഗവാൻ ഭൂമിയുടെ അധിപതി, പിന്നെ ദേവന്മാരുടെ അധിപതി, പിന്നെ പ്രപഞ്ചങ്ങളുടെ അധിപതി, അങ്ങനെ ഭഗവാനാണ് സർവസ്വവും എന്ന് കാണിക്കുന്ന ഒരു ക്ഷേത്രവും കൂടെയാണ്
ഈ തൃക്കോഷ്ടിയൂർ ക്ഷേത്രം. പക്ഷെ അവിടെ അതിനേക്കാളും പ്രധാനമായ ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ രാമാനുജാചാര്യർക്ക് മന്ത്ര ഉപദേശം കിട്ടിയ ഒരു സ്ഥലമാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ തൃക്കോഷ്ടിയൂർ ക്ഷേത്രത്തിൻ്റെ പ്രധാനം എങ്ങനെ രാമാനുജാചാര്യർക്ക് മന്ത്ര ഉപദേശം കിട്ടി എന്നുള്ളതാണ്. എളുപ്പമല്ല, ആത്മീകമെല്ലാം എളുപ്പമേ അല്ല. അതായത് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ, ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോകണം, ഒരു പാർക്കിന് പോകണം, ഒരു ജോലിക്ക് പോകണം, എന്തിന് കയ്യിൽ പണമുണ്ട്, വണ്ടി പിടിച്ചങ്ങ് പോവാം. ഭഗവാന്റെ കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ ഒന്ന് നമ്മൾ ശ്രമിക്കണം, രണ്ടാമത്തത് ഭഗവാൻ അനുഗ്രഹിക്കുകയും വേണം. നമ്മൾ ശ്രമിക്കുകയും വേണം, രണ്ടാമത്തത് ഭഗവാന്റെ അനുഗ്രഹവും വേണം. അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് തമിഴ്നാട്ടിൽ തൃക്കോഷ്ടിയൂർ എന്ന ക്ഷേത്രം. 17 തവണ രാമാനുജാചാര്യർ അവിടെ പോയി. 17 പ്രാവശ്യം പോയി. ഓരോ പ്രാവശ്യവും ചെന്നിട്ട് അദ്ദേഹം ഗുരുനാഥൻ്റെ അടുത്ത് എന്നെ ശിഷ്യനായി സ്വീകരിക്കാമോ എന്ന് ചോദിച്ചു. 17 തവണ. ഓരോ തവണയും ഗുരുനാഥൻ പറയും, ഞാൻ ചത്തതിന് ശേഷം നീ വാ എന്ന് പറയും. ഞാൻ മരിച്ച് നീ വാ. അതെങ്ങനെ ഗുരു മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ദീക്ഷ സ്വീകരിക്കുക? ഓരോ തവണ ചെന്ന് ആ വാതിലിൽ മുട്ടുമ്പോഴും ആ ഗുരുനാഥൻ, തൃക്കോഷ്ടിയൂർ നമ്പി, ആ ഗുരുനാഥൻ എന്ത് പറയും? ഞാൻ മരിച്ചതിന് ശേഷം നീ വാ. ഓരോ തവണ ഇങ്ങനെയാണ് പറയുക. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു വരും. വീണ്ടും അടുത്ത വട്ടം ദീക്ഷ സ്വീകരിക്കാൻ ഗുരുവിനെ കാണാൻ വീണ്ടും പോകും. വീണ്ടും ഗുരുനാഥൻ പറയും, ഞാൻ മരിച്ചതിന് ശേഷം നീ വാ. 17 വട്ടം കഴിഞ്ഞിട്ടാണ് 18ാമത്തെ പ്രാവശ്യം രാമാനുജാചാര്യർ ചെന്നപ്പോൾ ആ ഗുരുവിൻ്റെ തൃപ്പാദത്തിൽ സാഷ്ടാംഗം വീണ് ഞാൻ അടിയേൻ എന്ന് പറഞ്ഞു. അതായത് ഓരോ പ്രാവശ്യവും ഗുരു പറഞ്ഞത് ഞാൻ മരിച്ച് നീ വാ. അതിൻ്റെ അർത്ഥം ഗുരു മരിച്ചിട്ട് വാന്നല്ല, ഞാനെന്ന ഭാവം മരിച്ചതിന് ശേഷം നീ വാ. അതായിരുന്നു ഗുരു പറഞ്ഞത്. അഹമെന്ന ഭാവം കളഞ്ഞിട്ട് നീ വാ. 17 തവണയും പറഞ്ഞു ഞാൻ മരിച്ച് നീ വാ. അഹം എന്ന ഭാവം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ ഭാവം, ഞാൻ വലിയവനാണ്, ഞാൻ പറയുന്നത് മറ്റുള്ളവരനുസരിക്കണം, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, എനിക്ക് കഴിവുണ്ട്, പണമുണ്ട്, സൗന്ദര്യമുണ്ട്, ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്. യഥാർത്ഥത്തിൽ ഭാഗവതം പറയുന്നു, നമ്മളെല്ലാവരും ഈ വെള്ളത്തിൽ ഒരു ഗ്യാസ് ബബിൾ ഉണ്ടാവില്ല, പതയുണ്ടാവുമല്ലോ. നമ്മൾ സമുദ്രത്തിലൊക്കെ പോകുമ്പോൾ പത കാണാം. ഈ പതയ്ക്ക് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? തിരമാല വരുമ്പോൾ വെള്ളത്തിൻ്റെ മീതെ ഇങ്ങനെ പത വരും, ഫോം വരും. അടുത്ത തിരമാലയിൽ ഇത് കാണാണ്ടേ ആയിപ്പോവും. നമുക്കും ഈ ഭൂമിയിൽ അത്രയും വിലയേ ഉള്ളൂ. നമ്മൾ കുറച്ച് കാലം ഉണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, മരണം വന്നിതെല്ലാം കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ. അതിന് എന്ത് നിലനിൽപ്പാണ് ഉള്ളത്? അപ്പോൾ തിരുക്കോഷ്ടിയൂർ നമ്പി ഗുരുനാഥൻ രാമാനുജാചാര്യരടുത്ത് പറയുന്നു, ഞാൻ മരിച്ച് നീ വാ. അഹമെന്ന ഭാവം മരിച്ചതിന് ശേഷം നീ വാ. 17 തവണയും ഇത് തന്നെയാണ് സംഭവിച്ചത്. 18ാമത്തെ പ്രാവശ്യമാണ് രാമാനുജാചാര്യർക്ക് മനസ്സിലായത് അഹമെന്ന ഭാവം കളയണം. അപ്പോൾ രാമാനുജാചാര്യരെ പോലെ പരമാചാര്യൻ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. പക്ഷേ ലോകത്തിന് പഠിപ്പിക്കാൻ, ലോക ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അത് സ്വീകരിച്ചു.
17 തവണ, 18ാമത്തെ തവണയാണ് ഗുരു ആ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത്. ആത്മീകവും അങ്ങനെയാണ്. ഹൃദയത്തിനകത്തുള്ള ഭാരം കുറയ്ക്കും തോറും നമ്മൾ ആത്മീകമായി ഉയരും. ഈ ഹൃദയത്തിനകത്തുള്ള ഭാരമെന്ന് പറയുമ്പോൾ അഹമെന്ന ഭാവം, എല്ലാവരും അടുത്ത് തർക്കിക്കണം, തർക്കത്തിൽ ജയിക്കണം, ഞാൻ വലുതാണെന്ന് സ്ഥാപിക്കണം, അത് കുറയും തോറും നമ്മൾ ആത്മീകമായി ഉയരും. അങ്ങനെ 18ാമത്തെ പ്രാവശ്യം തൃക്കോഷ്ടിയൂർ നമ്പി രാമാനുജാചാര്യർക്ക് മന്ത്രോപദേശം ചെയ്തു, രഹസ്യമന്ത്രം പറഞ്ഞു കൊടുത്തു. എന്താണ് ആ രഹസ്യമന്ത്രം? ഓം നമോ നാരായണായ എന്ന മന്ത്രം ലോകം മുഴുവനും ഉപദേശിച്ച് ലോക ജനതയെ നന്നാക്കാൻ ഓം നമോ നാരായണായ എന്ന മന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ട് ഗുരുനാഥൻ പറഞ്ഞു, ഇത് രഹസ്യമന്ത്രമാണ്, നീ ആർക്കും ഇത് പറഞ്ഞു കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ട രാമാനുജാചാര്യർ എന്ത് ചെയ്തു? ശരിയെന്ന് പറഞ്ഞ് ഓം നമോ നാരായണായ എന്ന മന്ത്രവും സ്വീകരിച്ചിട്ട് തൃക്കോഷ്ടിയൂർ അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ മേലെ കയറി നാട്ടുകാരെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഭൗതിക കൽമശങ്ങളിൽ ബന്ധിതരായി കിടക്കുന്നവർ, പ്രഹ്ലാദന വാക്കുപയോഗിക്കുന്നുണ്ട് ഗീതയിൽ, ഭാഗവതത്തിൽ, ഗൃഹം അന്തകൂപം, പണം, ആരോഗ്യം, സമ്പത്ത്, സുഖം, ഇത് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവർ ഗൃഹം അന്തകൂപം, ഇരുണ്ട കിണറിനകത്ത് വസിക്കുന്നവരാണ് എന്ന് പറയും. കിണറ്റിനകത്ത് താമസിക്കുന്നവരാ എന്ന് പറയും. അപ്പോൾ രാമാനുജാചാര്യർ ആ ഗോപുരത്തിൻ്റെ മേലെ കയറി ആ നാട്ടുകാരെല്ലാം വിളിച്ചു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇത്രയും കഷ്ടപ്പെടുകയാണ്, ഭൗതിക ബന്ധനങ്ങളുടെ ഇടയ്ക്ക് കുടുങ്ങിക്കിടക്കുക, എല്ലാവരും ഓം നമോ നാരായണായ മന്ത്രം ജപിച്ച് രക്ഷപ്പെടണം. അങ്ങനെ രഹസ്യമന്ത്രം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തത് ഇദ്ദേഹം ഗോപുരത്തിൽ കയറി നാട്ടുകാർക്ക് മുഴുവനും അങ്ങ് ഉപദേശിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോൾ ഗുരുവിന് വല്ലാത്ത ദേഷ്യം തോന്നി. ഞാൻ രഹസ്യമായി പറഞ്ഞു കൊടുത്തത് നീ നാട്ടുകാർക്ക് മൊത്തം ഉപദേശിച്ചല്ലോ. ഗുരുവിന് ദേഷ്യം തോന്നി. നിന്നെ ശപിക്കാം, നരകത്തിൽ പോകും. അപ്പോൾ രാമാനുജാചാര്യർ പറഞ്ഞു, ഈ ലോകജനത നന്നായാലും കുഴപ്പമില്ല, ഞാൻ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, എല്ലാവരും നന്നായാൽ മതി. ആ വിശാലമായ ഹൃദയം കണ്ടിട്ട് രാമാനുജാചാര്യരുടെ ഗുരു തൃക്കോഷ്ടിയൂർ നമ്പിയുടെ മനസ്സ് മാറി എമ്പെരുമാൻ എന്ന ഒരു പട്ടവും കൊടുത്തു രാമാനുജാചാര്യ. അതായത് നീ ഇന്ന് എൻ്റെ ഗുരുവായി, ഗുരുവിൻ്റെ ഗുരുവായി, ലോകജനതയുടെ ഗുരുവായി എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു ഉയർന്ന സ്ഥാനം രാമാനുജാചാര്യർക്ക് കിട്ടി. അപ്പോൾ ആത്മീകമായി ഇതെല്ലാം മനസ്സിലാക്കുന്നത്, ഗുരുവിനെ സ്വീകരിക്കുക എന്നുള്ളത് ഇതൊന്നും സാധാരണ കാര്യമല്ല. എത്രയോ ജന്മങ്ങൾ നമ്മൾ ചെയ്ത തപസ്യയുടെയും പുണ്യത്തിൻ്റെയും ഫലമാണ് ഈ ജന്മത്തിൽ നമുക്ക് ഭഗവാനെക്കുറിച്ച് അറിയാനും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചത്. ഹരേ കൃഷ്ണ. ഇതിലേക്ക് നമ്മൾ വന്നത് ഒന്നും തന്നെ നിസാരമല്ല. ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ് ആത്മീകതയിൽ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് നാമജപം, മന്ത്രദീക്ഷ പോലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് സ്വീകരിക്കുക. പിന്നെ ഈ മാസം ഗീതാജയന്തി മാസമാണ്. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ അറിയാവുന്നവർക്കെല്ലാം ഭഗവത്ഗീത ദാനം ചെയ്യുക, ഭഗവത്ഗീത വിതരണം ചെയ്യുക. അതൊരു മഹാപുണ്യവും സേവനവും ആണ്. ഹരേ കൃഷ്ണ. അടുത്ത സത്സംഗത്തിൽ കാണാം.